അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസ് എന്തായി? അഡ്വക്കേറ്റ് റസൽ ജോയി കൊടുത്ത കേസ് 2023-24 പിൻവലിച്ചു. അതിന് അത് അദ്ദേഹം കൊടുത്തതിൽ ന്യൂ ഡാം എന്നും ഡീകമ്മീഷൻ ഡാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഡീകമ്മീഷൻ നമ്മൾ എഗ്രി ചെയ്യുന്നതാണ്. ന്യൂ ഡാം പ്രപ്പോസൽ നമുക്ക് ബാധകമല്ലാത്തതുകൊണ്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാഴ്ചപ്പാടിലായി. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പിൻവലിച്ചത്. പിന്നെ കേസില്ല. പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഡീകമ്മീഷനിൽ മാത്രം ഉറച്ചേക്കാണ്. അതനുസരിച്ചുള്ള ഡീകമ്മീഷൻ്റെ ഒരു മെൻഷൻ വന്നിട്ടുണ്ട്. കേസുണ്ട്, അദ്ദേഹത്തിന്റെ കേസുണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അല്ല, അപ്പം അതെല്ലാം എടുത്തിട്ട് അല്ലല്ലോ എന്റെ ചോദ്യം, ഡീകമ്മീഷന് വേണ്ടി റസൽ ജോയി കൊടുത്തിരിക്കുന്ന കേസ് ഉണ്ടോ ഇല്ലയോ? ഡീകമ്മീഷന് വേണ്ടി റസൽ ജോയി കൊടുത്ത കേസും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ജോസഫ് കൊടുത്ത കേസും അദ്ദേഹത്തിന്റെ കേസ് സുരക്ഷ എന്താ അദ്ദേഹത്തിൻ്റെത്? അദ്ദേഹം എന്താ സുരക്ഷ പറയുന്നത്? സുരക്ഷ പരിശോധിക്കണം, എന്താ അദ്ദേഹത്തിന്റെ സുരക്ഷാ പരിശോധന ഇൻസ്പെക്ഷൻ നടത്തണമെന്ന്. ഈ രണ്ട് കേസും ROV വെച്ചിട്ടുള്ള ഇൻസ്പെക്ഷൻ കൃത്യമായി നടത്തിയിട്ട് ജനങ്ങളെ ബോധിപ്പിക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം. അപ്പൊ ആ കേസ് രണ്ടും എന്ത് പറഞ്ഞു? ആ രണ്ട് കേസിലും ഒന്ന് സുരക്ഷയിലും ഒന്ന് ഡീകമ്മീഷനിലും നിന്നിട്ട് അതനുസരിച്ചുള്ള ഡയറക്ഷൻ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്ത് ഡയറക്ഷൻ? ഡീകമ്മീഷൻ പര്യാപ്തമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ 5 അംഗ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിക്ക് നമ്മൾ തെളിവ് കൊടുക്കുന്നുണ്ടോ? അത് കൊടുക്കണം. ആ ഡീകമ്മീഷൻ ആണ് ഇതെന്നുള്ള രീതിയിൽ നമ്മൾ സംസ്ഥാനം കൊടുത്തിട്ടുണ്ടോ? സംസ്ഥാനം കൊടുക്കില്ലല്ലോ, അവിടെയല്ലേ പ്രശ്നം. സംസ്ഥാനത്തെ കൊണ്ട് നമ്മൾ കൊടുപ്പിക്കാൻ വേണ്ടുന്ന നമ്മുടെ എവിഡൻസുകൾ മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടക്ട് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ഇരിക്കുന്ന എവിഡൻസ് അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തൊന്നും ചെയ്യത്തില്ല. അതെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യവശാൽ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടിയിരിക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെടുത്തിരിക്കുന്ന രേഖകൾ വെച്ച് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക. അതിന് വേണ്ട സപ്പോർട്ട് നമ്മളിത് തരാം. സാമ്പത്തിക പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ മറുനാടൻ പ്രേക്ഷകരോട് പറഞ്ഞാൽ അവർ തരും. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് ശ്രമിക്കും.